സ്റ്റേറ്റിലേക്ക് പോകേണ്ടെന്ന ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ മറ്റൊരു സ്റ്റേറ്റിലായിരിക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്ത് ഒരു പത്രക്കടലാസ് എന്റെ കോപ്പി എനിക്ക് അയച്ചു തന്നു. ഞാൻ ആരോട് സുവിശേഷം പറഞ്ഞു, ആ പിതാവ് ലോകത്തിൽ നിന്ന് അകാല മരണം പ്രാപിപ്പാനിടയായി. പ്രിയമുള്ളവരെ, മകനുമൊത്ത് മദ്യപാനം നടത്തിയ പിതാവ് ആ മദ്യം തന്നെ ജീവിതത്തിൽ നിന്ന് തകർത്ത് ഈ ലോകത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കാനിടയായി. പിതാവിന്റെ അകാലമായ വേർപാടിൽ നടുങ്ങിപ്പോയ 9ാം ക്ലാസ്സുകാരനായ മകൻ, അവന്റെ ജീവിതം തകർന്നു, അവന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, അവന്റെ തെറ്റിനെ കുറിച്ച് അവന് ബോധ്യം വന്നു. ഞാൻ മടങ്ങി വന്ന് അവനെ തേടി അവന്റെ വീട്ടിൽ കടന്നു എന്ന് അവനോട് വീണ്ടും യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് അവൻ സമൂഹത്തിന് കൊള്ളാവുന്ന ഒരു നല്ല മകനായി ജീവിക്കുകയാണ്. തൊഴിൽ ചെയ്ത് അവൻ നല്ലൊരു മകനായി ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പ്രഭാഷണത്തിന്റെ പ്രത്യേകതയാണ് മനുഷ്യനെ നന്നാക്കുന്ന സന്ദേശമാണ് ഞങ്ങളുടെ സന്ദേശം എന്ന് പറയുന്നത്. മനുഷ്യൻ നേരെയാകാൻ നോക്കിയിട്ടും അവനെ നേരെയാക്കാൻ കഴിയാതെ അവൻ തന്നെ പരാജയപ്പെട്ടു പോകുമ്പോൾ എന്നെ പോലെ ഒരാൾ ചെന്ന് പറഞ്ഞു കൊടുത്ത സന്ദേശം ഏതാണ്? ആ സന്ദേശത്തിന്റെ പേരാണ് സുവിശേഷം എന്ന സന്ദേശം. ഇക്കാര്യം പറയുമ്പോൾ ഒരുപക്ഷെങ്കിൽ പലരുടെയും നെറ്റിചുടിയപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് മതപരിവർത്തനമാണ്. ഇവർ പറഞ്ഞു വരുന്നതിന്റെ യാഥാർത്ഥ്യം അതാണ്. മതപരിവർത്തനത്തിലേക്കാണ് ഇവർ പോകുന്നത് എന്നൊരു പക്ഷെങ്കിൽ അങ്ങനെ ഒരു ഓമന പേരിട്ട് വിളിക്കുന്ന ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു ചിന്ത ഉദിത്തിരിഞ്ഞേക്കാം. അത് തെറ്റല്ല, അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നേക്കാം. പക്ഷേ അങ്ങനെ ഒരുവൻ മാറിയാൽ എന്താണ് തെറ്റ്? ഒരു പൗരന്റെ അവകാശമല്ലേ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ദൈവത്തെ ആരാധിക്കാനും ആർക്കിഷ്ടമുള്ളവർക്ക് വോട്ട് കൊടുക്കാനും ഇഷ്ടപ്പെട്ട പാർട്ടിയിലും വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശമല്ലേ? അങ്ങനെയാണെങ്കിൽ മതപരിവർത്തനം എന്ന അശ്ലീലമായ ഒരു വാക്കെന്ന നിലവാരത്തിൽ ചുളിഞ്ഞ നെറ്റിയോടുകൂടെ നോക്കേണ്ട കാര്യമില്ല. അതിലൂടെ ഒരുവന് മാനസാന്തരമുണ്ടായി അവൻ പച്ചയായ ജീവിതത്തിലേക്ക് വരുന്നു എങ്കിൽ അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടുന്നത്? സുവിശേഷം കേട്ട് ഒരുവനും ഇതുവരെ ബോംബുണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. സുവിശേഷം കേട്ടിട്ട് ഒരുവനും ഇതുവരെ നാട്ടിൽ വടിവാളെടുത്തിട്ടില്ല. സുവിശേഷത്തിന്റെ വക്താക്കളായ മാറിയ ആളുകൾ ഒരിക്കലും ഇവിടെ KSRTC ബസിന് കല്ലേറ് ചെയ്തിട്ടില്ല. ഇവിടെ എത്രയെത്ര സുവിശേഷകർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെ എത്രയെത്ര സുവിശേഷകരെ വീട് വീടാന്തരം കയറി ഇറങ്ങി ആക്രമിക്കുന്നുണ്ട്. അവരുടെ വഴിയിൽ അവരെ തടഞ്ഞു നിർത്തി അവരെ ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ഇവിടെ ആരും റോഡ് പിക്കറ്റ് ചെയ്യുവാനോ ഇവിടെ ആരെങ്കിലും പോലീസ് സ്റ്റേഷൻ പിക്കറ്റ് ചെയ്യുവാനോ ഇവിടെ KSRTCക്ക് കല്ലെറിയുവാനോ മനുഷ്യൻ തുനിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സുവിശേഷം എന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ്. ആ സമാധാനത്തിന്റെ ജീവിത ലക്ഷ്യത്തിന്റെ സന്ദേശം കേട്ട് ആരെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? അതുകൊണ്ടല്ലേ ഗുരുനാഥൻ പറഞ്ഞത് മതമേതായാലും മനുഷ്യൻ നന്നാവട്ടോ. മതമേതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ആശയങ്ങളോ പ്രത്യയശാസ്ത്രങ്ങളോ എന്ന് തന്നെ ആയിക്കൊള്ളട്ടെ, അവന്റെ മതമേതെന്നല്ല, അവൻ ആ മതത്തിൽ വിശ്വസിച്ച് അവൻ നേരെയാകുന്നെങ്കിൽ അതല്ലേ നല്ലത്. ഒരു കുടുംബം കൂടെ സമാധാനപൂരിതമായ അന്തരീക്ഷത്തിലേക്ക് വരുന്നെങ്കിൽ അതല്ലേ നല്ലത്.